അത്തിപ്പട്ടിയിലുള്ളൊരു മൊത്തം നിൽക്കുന്ന കണ്ടില്ലേ? നമുക്ക് കിട്ടാൻ പോകുന്ന വരവേൽപ്പുണ്ടല്ലോ, ഗംഭീരം തന്നെയായിരിക്കും. വരുന്നത് പിന്നല്ലാതെ കണ്ടില്ലേ, ആ ദരിദ്രവാസികളൊന്ന് കൈപൊക്കി പോലും കാണിക്കുന്നില്ല. നിങ്ങളെങ്കിലും ഒന്ന് പൊക്കണേ. കൈപൊക്കുന്ന എന്തിന്? നമ്മൾ ചെയ്യാൻ പോകുന്ന ഉപകാരത്തിന് അവര് കൈയടിക്കാൻ പോവല്ലേ? നിങ്ങൾ കണ്ടോ കളക്ടറെ? അധികം ചിരിക്കണ്ട കേട്ടാ, തനി ഗുണം കാണിച്ചില്ല. ഇയാൾ എന്താ ഈ പറയുന്നേ? നിങ്ങൾ കൊണ്ട് കൂട്ടിക്കൊടുത്തില്ലേ? നിങ്ങൾക്ക് അപേക്ഷ വന്ന് അത് നിങ്ങൾ അങ്ങേരുടെ വടി കൊണ്ടിട്ട് തന്റെ വീട്ടിലെ പെണ്ണിനെയും അയാൾക്ക് താൻ കൂട്ടിക്കൊടുക്കോ? എടോ, താൻ ഇൻസ്പെക്ടർ അല്ലടോ, മാമേടെ. ഒന്ന് പോടോ, താനൊരു വക്കീലാണോ? നാട്ടുകാരെ മുഴുവനും പറ്റിച്ചിട്ട് ബുദ്ധിമാനെന്ന് പറഞ്ഞ ഇറക്കാനാ പറ്റിക്കാൻ വേണ്ടി നിയമം വരെ പഠിച്ചിട്ട് വന്നേക്കണം. തന്റെ ഒരു കറുത്ത കോട്ടും വെള്ള ഷർട്ടും തനിക്ക് ഉളുപ്പില്ലേടോ? അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ട് തുണിയൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. കഴുത്ത് ഞരിച്ചു വന്നിട്ട് വായിക്കിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കാനല്ലോ. അല്ല പിന്നെ നാണയില്ലല്ലോടോ. എടാ, വായിക്കരിയുടെ അമ്മ അവന്മാരുടെ ഉമ്മക്കെന്തിനാ പാപ്പാ? ഡി പെണ്ണേ, നമ്മുടെ അരിയെടുത്ത് കാണിക്കണ പെണ്ണേ. ആ നാറ്റോടിക്കുന്നല്ലേ? ദേ ഇതാണ് 20 വർഷമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്ന അരി. മുഴുവൻ ചെള്ളു മാത്രമേ ഉള്ളൂ. ആ തുണി കൊണ്ട് മൂക്കങ്ങ് പൊത്തി പിടിച്ചോ. ഇതൊന്ന് തിന്നു നോക്കിക്കേ. തിന്നോ? എടോ, തിന്നു നോക്കണോ? ഇതാവണേ, ഞങ്ങൾക്കടെ അരി താനെന്ന് തിന്നു നോക്കണോ? സുബ്രഹ്മണി, എന്തായി കാണിക്കുന്നത്? എടോ, ഞങ്ങളുടെ ആളെ പോലെ കൂടെ നിന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് MLA യുടെ ആളായി മാറിയില്ലേ താന്? അതെന്താണെന്നറിയോ? ഞങ്ങളുടെ വേദന നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ കഷ്ടപ്പാടെന്താന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ ഉള്ള തൊലി മൊത്തം ഊരി കളഞ്ഞിട്ട് ഈ തണുത്ത കാറ്റത്ത് നിന്ന് ഒരു കുട ഉപ്പുവെള്ളം ഉച്ചിയിലോട്ട് ഒഴിച്ചെന്ന് അങ്ങോട്ട് വച്ചോ. ആ ഈ ശരീരത്തോട് തണുപ്പ് അങ്ങോട്ട് കയറി നുളഞ്ഞു കയറി അങ്ങ് പോവും. ഡോ, അഴിക്കണോ? അഴിക്കണോ? ഇപ്പോഴേ ഇങ്ങനെ കൈക്കൂലി കടിമയായാലുണ്ടല്ലോ, നാളെ നിങ്ങളൊക്കെ മേലുദ്യോഗസ്ഥന്മാരായാൽ ഈ നാട് തന്നെ പിച്ചു ചെയ്ത് വിൽക്കുമല്ലോ. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളെ പിടിച്ചിരിക്കുന്ന ബാധ അടിച്ചോടിക്കും ഞങ്ങൾ. കണ്ടോ?